ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമായ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ വലിയ സവാളയാണ് ഉള്ളതെങ്കിൽ അതിന്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസ് തക്കാളിന്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കത്തിന്റെ 1/4 ഭാഗം കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിൽ 1/2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നല്ലോണം മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് വെച്ച് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ മസാലയും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് ഫ്രൈ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടൻ്റെ മിക്സ് ഇതുപോലെ ഇതിൻ്റെ നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെ കയ്യിൽ സ്ലൈഡ് ചീസ് ആണെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ വൈറ്റ് ഭാഗം ഇതിന് മുകളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ചീസിൽ ബ്രെഡ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രസ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ മുട്ടയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1/4 സ്പൂൺ ബട്ടറും കൂടെ പാനിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വീണ്ടും തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തെടുത്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.